ഇനി നമുക്ക് അമ്പലപ്പുഴയിലേക്ക് പോകേണ്ടതുണ്ട്. അമ്പലപ്പുഴയിൽ ജനകീയ സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് ജി സുധാകരൻ്റെ പ്രഖ്യാപനം. നമുക്ക് ആ പ്രഖ്യാപനം കേൾക്കാം. പാർലമെന്റിൽ അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹമില്ലാതാവും. അവർക്ക് യാതൊരു വ്യാമോഹവും, അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാണ്. ഈ കേരളം ശ്രദ്ധിച്ചോട് പുസ്തകം നടത്തിയ ഒരാളുടെ പേര് പറ അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും ഒക്കെ മത്സരിക്കല്ലേ. അതെന്തിനാ? അത് പാർലമെന്ററി വ്യാമോഹമല്ലേ? ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്ന് ചൂണ്ടിക്കാണിക്കും. എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഇനി പറയണ്ടല്ലോ. യെസ്, അതാണ് പലതവണ മത്സരിച്ച ആളുകൾ തന്നെ പാർലമെന്ററി വ്യാമോഹം ഉണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. അമ്പലപ്പുഴയിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ താൻ പ്രസംഗിക്കും എന്ന് അദ്ദേഹം പറയുന്നു. പോസ്റ്ററുകൾ, ബാനറുകൾ എല്ലാം അവിടെ ഉണ്ടാകും, പക്ഷേ അധികമുണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ നോമിനേഷൻ കൊടുക്കുന്ന തീയതി വൈകാതെ പ്രഖ്യാപിക്കും. പ്രചരണത്തിന് ഇന്ന് സുധാകരൻ ഇറങ്ങുകയൊക്കെ ചെയ്തു. ഇന്ന് ഈദ് ദിനമായിരുന്നു. അപ്പോൾ ഈദ് ദിനത്തിൽ കാക്കാഴം ജുമാ മസ്ജിദിൽ എത്തിയാണ് അദ്ദേഹം ഇന്ന് വോട്ടർമാരെ കണ്ടത്. വലിയ ഒരു അനുകൂല തരംഗം അവിടുത്തെ വോട്ടർമാരെ കാണുമ്പോൾ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. ചിലരോടൊക്കെ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ ലേഖിക ശരണ്യ സ്നേഹജൻ അവിടെ ഇത് ചോദിക്കുന്നുണ്ട്, ഈ അവരുടെ പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ പല ആളുകളും വലിയ ഒരു ആത്മവിശ്വാസം സുധാകരൻ ജയിക്കുമെന്ന കാര്യത്തിൽ പറയുന്നു. അവരൊക്കെ സുധാകരനൊപ്പം നിൽക്കുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വോട്ടർമാരെ കണ്ടു. പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരെയാണ് തൻ്റെ ക്യാമ്പയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ജി സുധാകരൻ ഇവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അമ്പലപ്പുഴയിൽ എന്ന ഒരു ചോദ്യം വളരെ ശക്തമായി അവിടെ മുന്നോട്ട് വരികയാണ്. അവിടുത്തെ ജനങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും നടത്തുക? കാണാം നമുക്ക് അതിൻ്റെ കണക്കുകൾ. ഇതിൽ നമ്മൾ അമ്പലപ്പുഴയിലെ കണക്കുകൾ എടുക്കുമ്പോൾ അമ്പലപ്പുഴയിൽ 5 ഗ്രാമപഞ്ചായത്തുകൾ വരുന്നുണ്ട്. അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, പുന്നപ്ര നോർത്ത്, അതുപോലെ പുന്നപ്ര സൗത്ത്, പുറക്കാട് മണ്ഡലങ്ങൾ വരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ എച്ച് സലാം ആണ് ജി സുധാകരനെ നേരിടാനുള്ള CPM സ്ഥാനാർത്ഥി എന്ന് വ്യക്തമായി കഴിഞ്ഞു. ജി സുധാകരന് UDFൻ്റെ പിന്തുണയുണ്ട്. അരുൺ അനിരുദ്ധൻ ആണ് BJP ഇത്തവണ കളത്തിൽ ഇറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥി. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ അവിടെ അമ്പലപ്പുഴയിൽ സുധാകരന് അല്ലെങ്കിൽ LDFന് ഒരു 10,000-ന് അധികം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം നമുക്ക് ഈ കണക്കുകൾ നോക്കിയാൽ കാണാൻ കഴിയും. എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ 10,000-ഓളം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം, 11,125 വോട്ടാണ് സലാമിന് കഴിഞ്ഞ തവണ നമ്മളുടെ ഈ കണക്ക് നോക്കുമ്പോൾ ഭൂരിപക്ഷമായി വരുന്നത്. അതിന് മുന്നത്തെ വർഷം പക്ഷേ ജി സുധാകരൻ നേടിയത് 22,000-ലധികം വോട്ടുകളാണ് ഭൂരിപക്ഷമായി നേടുന്നത്. 22,621 വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് കാണാൻ കഴിയും. 2011 ഈ ചിത്രം കുറേ കൂടെ വ്യത്യസ്തമാണ്, 16,520. അപ്പോൾ സുധാകരന് ഈ ജി സുധാകരന് ഈ മണ്ഡലത്തിൽ കാര്യമായ ഒരു മേൽക്കൈയുണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദനിൽ തുടങ്ങുന്നു ഈ അമ്പലപ്പുഴയുടെ ആ ഒരു അവിടുത്തെ ഒരു ചരിത്രം, രാഷ്ട്രീയ ചരിത്രം അങ്ങനെ ആരംഭിക്കുകയാണ്. അവിടുത്തെ MLA എന്ന നിലയിൽ VS അച്യുതാനന്ദൻ വരുന്നു. അതുപോലെ CK സദാശിവനെ പോലെ, സുശീല ഗോപാലിനെ പോലെ ഉള്ളവരിൽ നിന്നാണ് പിന്നീട് അഡ്വക്കേറ്റ് D സുഗതൻ ഈ മണ്ഡലം അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത്. അത് D സുഗതൻ ഈ മണ്ഡലം 2001 അദ്ദേഹം പിടിച്ചെടുക്കുന്നു. പക്ഷേ ആ D സുഗതനെയാണ് 2006 ജി സുധാകരൻ തോൽപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് 2006 ഈ പോരാട്ടം നടത്തി അദ്ദേഹം തോൽപ്പിക്കുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടാണ് 2006, 2011 ഒക്കെ 2 തവണ ഈ ജി സുധാകരൻ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്നത്. അപ്പോൾ 2006, 2011, 2016 അങ്ങനെ 3 തവണ അദ്ദേഹത്തിൻ്റെ കരുത്ത് അവിടെ അദ്ദേഹം തെളിയിക്കുകയാണ്. പിന്നീടാണ് 2021 അദ്ദേഹം
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് വിട്ടു നൽകുന്നു. അത് എച്ച് സലാമിനാണ് അദ്ദേഹത്തിന് പകരക്കാരനായി അവിടെ മത്സരിക്കുന്നത്. എച്ച് സലാമും പക്ഷേ ജി സുധാകരനോളം ലീഡ് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ വോട്ടുകൾ LDF കിട്ടിയ വോട്ടുകൾ ജി സുധാകരൻ മത്സരിക്കുമ്പോൾ 63,000 വോട്ടുകളായിരുന്നു. നമ്മൾ ആ കണക്കുകൾ ഒന്നുകൂടി കാണിച്ചാൽ വ്യക്തമാവും. കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാം 63,000-ഓളം വോട്ടുകൾ ജി സുധാകരന് കിട്ടിയിരുന്നു. 63,728 വോട്ടാണ് 2011 കിട്ടുന്നതെങ്കിൽ 2016 അത് 63,069 വോട്ടുകൾ, ഏതാണ്ട് 63,000-ഓളം വോട്ടുകൾ അദ്ദേഹത്തിന് ഈ രണ്ട് ഘട്ടങ്ങളിലും നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സലാമിന് കുറയുന്നത് ഒരു 2,000 വോട്ടിൻ്റെ കുറവാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര കണ്ട് ജി സുധാകരന് മാറ്റാൻ കഴിയും? അപ്പോൾ UDF അവിടെ ഒരു 40,000-ഓളം വോട്ടുകൾ, 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകളുണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം 2011 അവിടെ ലിജു മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ 47,000 വോട്ടുകളാണ് അവിടെ ജി സുധാകരനെതിരെ ലിജു നേടുന്നത്. 47,148 വോട്ടുകളാണ് അവിടെ ലിജു നേടുന്നത്. പിന്നീടാണ് അടുത്ത ഷെയ്ഖ് പി ഹാരിസ് വരുമ്പോൾ ആ ശക്തി കുറച്ച് കുറയുന്നു. അത് വോട്ട് 40,000-ലേക്ക് ചുരുങ്ങുന്നു. പക്ഷേ വീണ്ടും ലിജു അവിടെ മത്സരിക്കുമ്പോൾ 50,000-ലധികം വോട്ടുകളിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 10,000 വോട്ടുകളുടെ വ്യത്യാസമാണ്. ജി സുധാകരന് അതിൽ 5,000-ഓ 6,000-ഓ വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിയുമോ എന്ന വലിയ ചോദ്യമാണ്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് വീണ്ടും ആ മണ്ഡലത്തിൽ തൻ്റെ കരുത്ത് തെളിയിക്കാനാകും. അതാണ് എനിക്ക് മുന്നിലുള്ള ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു 11,125 വോട്ടുകൾ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ 12,000-ഓളം വോട്ടുകളെ എങ്ങനെ ജി സുധാകരന് ഭിന്നിക്കാൻ കഴിയും, അത് എങ്ങനെ തൻ്റെ ഒപ്പം കൊണ്ടുവരാൻ കഴിയുമെന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു. ഇന്ന് പ്രചരണത്തിന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെ നീളുമോ? അതാണ് ഇപ്പോൾ ഒരു വലിയ ചോദ്യമായി ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉയരുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ വിമത നീക്കങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകളെയൊക്കെ CPM നമുക്കറിയാം അവരുടെ തുടർ വിശദീകരണ യോഗങ്ങളിലൊക്കെ അത് മാറ്റി പറയിക്കാനൊക്കെ അവർക്ക് പല ഘട്ടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സമാനമായ രീതിയിൽ ഈ ആലപ്പുഴ ജില്ലയിൽ ഒക്കെ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലെ CPI മന്ത്രിക്കെതിരെ താൻ അവിടെ ചെന്ന് എന്ന് പ്രതികരിക്കും അല്ലെങ്കിൽ അവിടെ ചെന്ന് പ്രസംഗിക്കും പൊതുയോഗത്തിൽ എന്നൊക്കെ ജി സുധാകരൻ പറയുന്നുണ്ട്. ഇതൊക്കെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ ഏത് തരത്തിൽ പ്രതികരിക്കും, അതൊക്കെ UDF-നെ എങ്ങനെ ബാധിക്കുമെന്നുള്ള അങ്ങനെയൊക്കെയുള്ള നിർണായകമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. ഇതാണ് അമ്പലപ്പുഴയുടെ ഒരു ചിത്രം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.